3700-ലധികം വരുന്ന കപ്പുച്ചിൻ സന്യാസിമാരുടെ അസ്ഥികൾ ചേർത്തിണക്കിയ ഒരു മനോഹരമായ ക്രിപ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റോമില് പരിശുദ്ധ മാതാവിൻ്റെ കപ്പുച്ചിൻസിൻ്റെ ഒരു ദേവാലയത്തിന് മുന്നിലാണുള്ളത്. ഇത് വളരെ ഫേമസ് ആണ്. സാന്ത മരിയ ദെ ല കോൺസെസിയോൺ എന്ന് പറഞ്ഞ ഒരു ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ 3700-ഓളം കപ്പുച്ചിൻ വൈദികരുടെ അസ്ഥികൂടങ്ങൾ ശവക്കല്ലറയിൽ നിന്ന് എടുത്ത് വലിയൊരു ക്രിപ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു സിമിത്തേരിയിൽ നിന്ന് എടുത്ത ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം അർബൻ 8-ാമൻ മാർപ്പാപ്പയാണ് ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന കപ്പുച്ചിൻ ഫയർ ആയിരുന്ന ഒരു കർദിനാളിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഇത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ എല്ലാ നിർബന്ധികളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? 3700-ഓളം കപ്പുച്ചിൻ വൈദികരുടെ അസ്ഥികൂടങ്ങൾ ഒരുമിച്ച് 6 ദേവാലയങ്ങളിലാക്കി ഇത് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ നമ്മളെല്ലാവരും ഒരു ദിവസം മരണം നേരിടും. അതുപോലെ തന്നെ നമുക്കൊരു ദിവസം ഉത്ഥാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിത്യത നമുക്കെല്ലാവർക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള 3 മെസ്സേജ് ഇവർ ഈ അസ്ഥികൂടങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് തരുന്നു. ഇന്ന് നമുക്ക് അവിടെ പോയി കാണാം. ബർബറീനി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ ദേവാലയം ഉള്ളത്. ഒരുപാട് മരങ്ങൾ ചുറ്റുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ദേവാലയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടത്തില്ല, എങ്കിലും കാണാൻ പറ്റും. ഇതാണ് സാന്ത മരിയ ദെ ല കോൺസെസിയോൺ എന്ന് പറഞ്ഞ ആ മനോഹര ദേവാലയം. അതിൻ്റെ തൊട്ടടുത്താണ് മ്യൂസിയവും ക്രിപ്റ്റും ഉള്ളത്. അതിവിടെയാണ്. ഇവിടെ ചെന്ന് 10 യൂറോയാകും അതിൻ്റെ ഉള്ളിൽ സന്ദർശിക്കുന്നത്. അത് വളരെ നല്ലൊരു ഇതാണ്. ഇവിടെ നിങ്ങൾ സാധിക്കുമ്പോൾ വരണം തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഒരു റിസപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ഓഡിയോ ഗൈഡും അവർ തരും. അപ്പം ആ ഓഡിയോ ഗൈഡിൽ നമുക്ക് ഇംഗ്ലീഷും ഇറ്റാലിയനിലും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷ വേണേലും എടുത്ത് കുറച്ച് മ്യൂസിയത്തിലൂടെ നടന്നാണ് നമ്മൾ ഈ ക്രിപ്റ്റിലേക്ക് എത്തുന്നത്. 30 മീറ്ററോളം നീളമുള്ള ഒരു ഇടനാഴിയാണ്. അതിൻ്റെ ഉള്ളിൽ 6 മുറികൾക്കുള്ളിലാണ് ഈ അസ്ഥികളും എല്ലാം അറേഞ്ച് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കാണുമ്പോൾ പേടിയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ വളരെ പ്രാർത്ഥനാപൂർവ്വം അതിൻ്റെ ഉള്ളിൽ കയറി മരണത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ ഓഡിയോ ഗൈഡിലൂടെ ഒരുപാട് നല്ല സന്ദേശങ്ങളും അവർ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അതിനുശേഷം നമുക്കുണ്ടാകുന്ന നിത്യതയെക്കുറിച്ചെല്ലാം അതിൽ ഓഡിയോ ഗൈഡിൽ വിവരിക്കുന്നുണ്ടായിരുന്നു. ഓരോ മുറികളിൽ ചെല്ലുമ്പോഴും ഒരുപാട് ധ്യാന ചിന്തകൾ അവർ തരുന്നുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ചും സാർവത്രിക മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് യുവ അസ്ഥികൂടങ്ങൾ ഈ ക്രിപ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിപ്റ്റിൽ മരിച്ചുപോയ പല ഫേമസ് ആയിട്ടുള്ള കപ്പുച്ചിൻ സന്യാസിമാരെയും അവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോൺ ആർട്ടാണ്. അവരെല്ലാം വളരെ ഫേമസ് ആയിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷേ മരണത്തിന് മുന്നിൽ നമ്മളെല്ലാവരും ഒരു ദിവസം കീഴടങ്ങേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ബോൺ ആർട്ട് അവർ ഈ ചെറിയ 6 മുറികളിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ചിലവരുടെ പേരുകളൊക്കെ അവിടെ അവരുടെ ശവശരീരത്തോട് ചേർത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. അത് അത്ര ഫേമസ് ഉള്ള അച്ഛന്മാരുടെയാണ്. ക്രിപ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് ആകർഷകവുമാണ്, ഒരുപാട് പ്രതീകാത്മകവുമാണ്. ഒരുപാട് വിശദാംശങ്ങൾ നമ്മളവിടെ നിൽക്കുമ്പോൾ ഓരോ പ്രതീകങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. ഓരോ പൂക്കളും ഓരോരോ രീതിയിൽ അവിടെയുള്ള എല്ലാ വസ്തുക്കളും തന്നെ അസ്ഥികൾ കൊണ്ടാണ്, തലയോട്ടികൾ കൊണ്ടൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുറികളിലൊക്കെ വളരെ ഫേമസ് ആയിരുന്ന ഒരു കപ്പുച്ചിൻ സന്യാസിയായിരുന്ന അന്റോണിയോ ഡാ കാൻഡൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം അറബിയിലേക്ക് വിവർത്തനം ചെയ്തതിന് പേരുകേട്ട ഫാദർ റൈമോണ്ടോ ഡ ഒലോട്ട് എന്നിവരും ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ അസ്ഥികളും തലയോട്ടികളുടെയും കൂമ്പാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഒരു കമാന രീതിയിൽ അതുപോലെ തന്നെ തലഭാഗത്തേക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിൻഭാഗത്ത് ഭിത്തിയിലും നിലവറകളിലും അസ്ഥികളും തലയോട്ടികളും കൊണ്ട് സമൃദ്ധമായിട്ട് അവർ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. പുഷ്പരൂപങ്ങളും കശേരുക്കളുടെ കുരിശുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വിളക്ക് തണ്ടും അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളെല്ലാം ഈ അസ്ഥികൾ കൊണ്ട് തന്നെയാണ് അവർ മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. താഴെ വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണും ഇട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് കുരിശുകളും നമ്മൾ സെമിത്തേരിയിൽ കാണുന്ന കുരിശുകളും ചിലവരുടെ പേരുകളൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഓരോ റൂമിൽ കൂടി പോകുമ്പോഴും ഒരുപാട് ധ്യാനിച്ചുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു ഞാനിത് കയറി കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. അതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രവും അതിന് മുകളിൽ ഒത്തിരിയേറെ തലയോട്ടികളും അസ്ഥികളും എല്ലാം ചേർത്ത് വെച്ച് വളരെ മനോഹരമായ രീതിയിൽ അവർ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കൊരു പ്രത്യേക ഫീലിംഗാണ്. ഈ 6 മുറിക്കുള്ളിലും ഒരു പ്രത്യേക അനുഭവമാണ്. മരണം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഓട്ടം എല്ലാം വെറുതെയാണെന്നും പക്ഷേ അതിനും അപ്പുറം നമുക്കൊരു ജീവിതമുണ്ട് എന്നൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, ധ്യാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കുഞ്ഞ് 6 മുറികൾക്കുള്ളിൽ കുഞ്ഞ് ദേവാലയമാണ്. ഒരു ദേവാലയത്തിൻ്റെ അടിഭാഗമാണ് ഇത് മൊത്തം. അപ്പോൾ അവിടെ കാണാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുവാണെങ്കിൽ, റോമിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഈ ദേവാലയം സന്ദർശിക്കണം. സാന്ത മരിയ ദെല്ല കോൺസെസിയോനെ എന്ന് പറഞ്ഞൊരു ദേവാലയത്തിലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അർത്ഥപൂർണമായ പ്രതീകങ്ങളുണ്ട്. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ ഗൈഡ് തരുന്ന ആ ഓഡിയോയിൽ എല്ലാ കൂട്ടങ്ങളും പറഞ്ഞ്, അതുപോലെ പല വ്യക്തികളുടെ പേരുകൾ അവരെന്തൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതെല്ലാം അവർ മനോഹരമായിട്ട് വിവരിച്ചും വെക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ തൂക്കുവിളക്കും അതുപോലെ തന്നെ ഇതിലെ അലങ്കാരങ്ങളും എല്ലാം അസ്ഥികൾ കൊണ്ടാണ്, എല്ലുകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് മരിച്ചവരെയൊക്കെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ ഓർമ്മ വന്നു. അതുപോലെ തന്നെ എത്രയേറെ 3700 വരുന്ന കപ്പൂച്ചിൻ സന്യാസികളാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പരിപാവനമായ മാർഗം പിന്തുടർന്ന് വിശുദ്ധ ജീവിതം നയിച്ചവരാണ്. ആ കാലഘട്ടത്തിലെല്ലാം കപ്പൂച്ചിൻ വൈദികരെ നമുക്കറിയാം. അവരാണെങ്കിൽ തലയോട്ടി വെച്ച് ഒത്തിരിയേറെ ധ്യാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരാണ്. അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും മരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുകയും ചെയ്തിരുന്നവരാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ധ്യാന ചിന്തയാണ്. ചുമ്മാ നമ്മളൊരു കൗതുകത്തിന് പോയി കാണുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഓട്ടത്തെക്കുറിച്ചും നമ്മൾ വെട്ടിപ്പിടിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാനും, ഈ ജീവിതം എത്രയോ മനോഹരമാണ്, പക്ഷേ ഇതിനും അപ്പുറം നമുക്ക് എന്തൊക്കെയോ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു വലിയൊരു നിമിഷമായിട്ട് എനിക്കിത് തോന്നി. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് ഉത്ഥാനത്തെക്കുറിച്ചും കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നതും പ്രതീക്ഷ നൽകുന്ന ഒരുപാട് മെസ്സേജും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ മരണത്തിനുമപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പ്രതീകാത്മകങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിച്ചു. ഭയങ്കര നിശബ്ദത തളം കെട്ടിയിരുന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവരൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഡിവൈൻ മ്യൂസിക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശരിക്കൊരു ധ്യാനം
6 മുറികളിൽ എല്ലാവരും അത് പതുക്കെ പതുക്കെ കണ്ട് ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിച്ചു പോകുന്ന ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് ഞാനൊക്കെ കടന്നുപോയത്. അതിനുശേഷം മരിച്ചവർക്ക് വേണ്ടി കുർബാന ചെല്ലാനുള്ള ഒരു റൂമിൽ ഒരു അൾത്താരയും പരിശുദ്ധ അമ്മയും ഒരുപാട് കപ്പുച്ചിൻ വൈദികരൊക്കെ നിൽക്കുന്ന ഒരു ബലിപീഠവും കണ്ടു. അവിടെ മരിച്ചവർക്ക് വേണ്ടി അവരിടയ്ക്ക് കുർബാന ചൊല്ലുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും വീണ്ടും അങ്ങനെ ഓരോ റൂമും ഓരോ അതിലെ ഓരോ ഇതിലും വ്യത്യസ്ത രീതിയിലാണ് അവർ ആർട്ട് മനോഹരമായിട്ട് ഇത് ചെയ്തവരെ സമ്മതിക്കണം. അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ കൊണ്ടും എല്ലുകൾ കൊണ്ടും ചെയ്തു വച്ചിരിക്കുന്നത്. ഈ ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ അച്ഛന്മാരുടെ അസ്ഥികൾ കാണുമ്പോൾ അവർ നല്ലൊരു മെസ്സേജ് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അതായിരുന്നു ഞങ്ങളും ഒരു കാലത്ത് ഞങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അതേപോലെ നിങ്ങളും ഒരു ദിവസം ആയിത്തീരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കാനില്ല. നമ്മൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരു ദിവസം മരണത്തെ നേരിടുകയും ഉത്ഥാനത്തെ നേരിടുകയും അതുപോലെ തന്നെ ഈശോയുടെ കൂടെ നിത്യതയിൽ പങ്കുചേരുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കപ്പുച്ചിൻ വൈദികരെ 3700ഓളം വരുന്ന ഈ അസ്ഥി 3700ഓളം വരുന്ന കപ്പുച്ചിൻ വൈദികരുടെ അസ്ഥികൾ ഒരുമിച്ച് ചേർത്ത് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കണ്ട നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.